ഇവിടെയാണ് നമ്മൾ മൂന്നാറിൽ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള കാഴ്ച കേട്ടോ, അത് നല്ല മനോഹരമായ കാഴ്ച. നല്ല അടിപൊളി കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഹായ് ഹലോ, എല്ലാവർക്കും റോയി 3R വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാറിലെ കാഴ്ചകളാണ്. നമ്മൾ റൂം വെക്കറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാറിൽ കറങ്ങാൻ പോവാണ്. മൂന്നാറിൽ കറങ്ങിയിട്ട് നേരെ നമ്മൾ കോഴിക്കോടിന് തിരിക്കും. അപ്പം നേരെ മൂന്നാർ കാഴ്ചകളിലേക്ക്. രാവിലെ ചായ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഹോട്ടലിലാണ്. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ യാത്ര തിരിച്ചതാണ്. പക്ഷേ നമ്മൾ ഇതിനു മുന്നേ തന്നെ കുണ്ടല ഡാമിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മൾ നേരെ ആ കാഴ്ചകളിലോട്ട് പോകുന്നതാണ്. പക്ഷേ ഞാനത് മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. മനോഹരം എന്ന് വെച്ചാൽ മൂന്നാറിൻ്റെ മനോഹാരിത ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ കഴിയും കേട്ടോ. എന്ത് ഭംഗിയാണ് അതിലുള്ള യാത്ര. നമ്മൾ മൂന്നാർ കാഴ്ചകൾ പാർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ മുതലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം 7 വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇത് 8ാമത്തേതാണ്. ഇന്ന് നമ്മൾ എക്കോ പോയിൻറ്റിലും കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം മൂന്നാർ ടൗണിൽ കറങ്ങുന്നുണ്ട്. എല്ലാം കാണിച്ചു തരാം, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇവിടെയൊക്കെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമുക്ക് കാട്ടാനേനെയോ അല്ലെങ്കിൽ കാട്ടിനെയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നോക്കാം, എന്തിനൊക്കെ കാണുമെന്ന് അറിയില്ല. ഞങ്ങൾ അതും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ യാത്ര തിരിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ടീകളുണ്ട്. ഇതാണ് എലിഫൻറ്റ് പാർക്ക്. ഞങ്ങളവിടെ കയറിയിട്ടില്ല. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആനയുടെ മുകളിൽ കയറി യാത്ര ചെയ്യാനൊക്കെ പറ്റും. ഈ റൂട്ടിലാണ് എല്ലാം കാണാനുള്ളത്. ഇരവിക്കുളം നാഷണൽ പാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം കാണാനുള്ളത് ഈ റൂട്ടിലാണ്. തേയില ഫാക്ടറി ഉണ്ട്, അതുപോലെ എക്കോ പോയിൻ്റ്, പിന്നെ മാട്ടുപ്പെട്ടി ഡാം, അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷൻ, കുണ്ടല ഡാം, ഇതൊക്കെ ഈ റൂട്ടിലാണ്. ഇതാണ് മാട്ടുപ്പെട്ടി. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ കാണിക്കാത്ത വെച്ചാൽ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ ആദ്യ കാഴ്ചകൾ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടിയിലെ ബോട്ടിംഗ് എക്കോ പോയിൻറ്റിലാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടിയാണ്. ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ആനകൾ വരുവേ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അവിടെയൊക്കെ ആനകൾ ഇങ്ങനെ മേയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ റിസർവയർ വന്നപ്പോൾ ഏക്കർ കണക്കിന് കാടാണ്. ഇതാ ഡാമിൻ്റെയൊക്കെ ഒരു റിസർവയറാണ്. പച്ച കളറിൽ വെള്ളം, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് നേരിട്ട് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എക്കോ പോയിൻറ്റിൽ എത്തിയിട്ടിരിക്കുകയാണ്. എക്കോ പോയിൻറ്റിൽ നമുക്ക് കയറിയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കാം. 10 രൂപയാണ് അങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റ്. നമ്മളിപ്പോൾ മൂന്നാർ എക്കോ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കോ പോയിൻ്റ് നമ്മൾ ഈ റൂട്ടിൽ വരുമ്പം 2ാമത്തെ സ്ഥലമാണ്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞാൽ എക്കോ പോയിൻറ്റിലാണ് എത്തുക. ഇവിടെ മെയിനായിട്ടുള്ളത് ബോട്ട് സവാരിയാണ്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കും കേട്ടോ. അതായത് കല്യാണത്തിൻ്റെ
സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ബോട്ട് സർവീസ്, കൊട്ടവഞ്ചി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് ഇവിടെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കായാക്കിങ് കണ്ടില്ലേ, ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. നമുക്കിങ്ങോട്ട് ഇതിൻ്റെ താഴോട്ട് കയറുന്നതിന് 10 രൂപയാണ്. പിന്നെ ബോട്ട് സർവീസിനൊക്കെ ഓരോരോ ചാർജുകളാണ്. ടൗണിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് എക്കോ പോയിൻ്റ്. ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. 6 മണി തൊട്ടിട്ട് 7:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇവിടെ പക്ഷി നിരീക്ഷണം നടത്താനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് എക്കോ പോയിൻറ്റിലെ സവിശേഷതകൾ. പിന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് കടകളും ഇതിന് അടുത്തുണ്ട്. ഈ ഒരു സ്ഥലത്തു കൂടെ തന്നെ വേണം നമുക്ക് ടോപ്പ് സ്റ്റേഷനും പിന്നെ കുണ്ടള ഡാമിലോട്ടൊക്കെ പോകാൻ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. മൂന്നാറിൽ വരുന്നവർ എല്ലാവരും ഈ എക്കോ പോയിൻ്റ് കണ്ടിട്ടേ യാത്ര തിരിക്കാറുള്ളൂ. അപ്പോൾ വരുമ്പം വലിയ നഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. വരുന്നവർ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളൂ. നമ്മുടെ യാത്രകളിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കാടുകളിൽ ആനയെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും വരും സമയങ്ങളിൽ കണ്ടാൽ ഭാഗ്യമായി. അതുകൊണ്ടോ നമ്മുടെ ഈ കാണുന്ന ഭംഗി, എൻ്റെ അമ്മോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. അതിനിടയ്ക്ക് കോടമഞ്ഞും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് കാട്ടാനകളെ കാണാൻ കഴിയും കേട്ടോ. നമ്മൾ മലയിറങ്ങി നല്ല ഓടുന്നത്, ഇങ്ങോട്ട് തിരിച്ചു വരണം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മൂന്നാർ ടൗണിലോട്ട് തിരികെയാണ്. മൂന്നാർ ടൗണിലെ പകലത്തെ തിരക്കാണ് കാണുന്നത്. നല്ല തിരക്കുള്ളൊരു ടൗണാണ്. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് മൂന്നാറിൽ നിന്നും നേരെ അടിമാലിയിലേക്കാണ് നമ്മുടെ യാത്ര. കണ്ടോ, അടിപൊളി ടൗണാണ് മൂന്നാർ. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാനൊക്കെ കിട്ടും. നമ്മൾ നേരെ അടിമാലിയിലേക്കാണ് ഇപ്പോൾ യാത്ര ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ ഒന്ന് കണ്ട് നോക്കണേ. അങ്ങനെ നമ്മൾ നേരെ ഇനി അടിമാലിക്ക് പോയിക്കൊണ്ടിരിക്കും. 29 കിലോമീറ്റർ ഉണ്ടല്ലേ? ഞാനേ ഇന്നലെ രാത്രിയിൽ മൂന്നാറിലോട്ട് എത്തിയപ്പോഴുള്ള കാഴ്ചയും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ ഇന്നലെ ടൗണിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ സന്ധ്യ ആവാനായപ്പോഴാണ് എത്തിയത്. അപ്പോൾ മൂന്നാറിൻ്റെ കാഴ്ച കണ്ടു നോക്കിക്കോളൂ. രാത്രിയിലെ കാഴ്ച, പകലത്തെ കാഴ്ച നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. മൂന്നാറിലോട്ട് ടൗണിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല തിരക്കാണ്. ഇനി നമുക്ക് ടൗണിൻ്റെ മനോഹാരിത ഒന്ന് ആസ്വദിക്കാം. എന്തു ഭംഗിയാണെന്നറിയോ രാത്രി മൂന്നാർ കാണാൻ. നോക്കാം നമുക്ക് മൂന്നാർ ടൗണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. രാത്രിയിലുള്ള മൂന്നാറിൻ്റെ കാഴ്ചയും പകലുള്ള മൂന്നാറിൻ്റെ കാഴ്ചയൊന്നും ആരും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ടൗണിലെ കാഴ്ചകൾ കേട്ടോ, നമുക്കൊന്ന് കണ്ടു നോക്കാം.
എവിടേക്ക് നോക്കിയാലും ചോക്ലേറ്റ് മാൾ, ചോക്ലേറ്റ് ഷോപ്പ്, ചോക്ലേറ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മൂന്നാർ ടൗണിൽ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് അതാണ്. നമ്മൾ പോകാൻ വഴിയാ പോവാ. ഇതൊക്കെ മൂന്നാറിലെ ആരും കാണിക്കാത്ത കാഴ്ചകളും വിശേഷങ്ങളുമാണ്. എന്ത് ഭംഗിയ രാത്രി മൂന്നാർ ലൈറ്റ് കുളിച്ച് നിൽക്കുകയാണ്. അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആരും കാണിക്കാത്ത ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരും. അപ്പോൾ ഒരു ലൈക്ക് അടിക്കണേ, മറക്കരുത്. അപ്പൊ നമ്മള് മൂന്നാറിനോട് വിട പറയാണ്. ദൂരെ മലകളിൽ കോട ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ അടിമാലിയിലേക്കുള്ള ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം, അതുണ്ടോ? ഇതേപോലത്തെ വാട്ടർഫാൾസ് ഒരുപാടുണ്ട് നമ്മുടെ ഈ യാത്രയിൽ. എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും അടിപൊളി കാഴ്ചകളാണ് മൂന്നാറിൽ. അതുകൊണ്ട് ഒരു പാറ ഉണ്ടോ, എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകളുടെ വസന്തം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ പറുദീസ എന്ന് വേണമെങ്കിൽ മൂന്നാറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. വയനാടും മൂന്നാറും യാത്രകൾ എല്ലാവരും ഇപ്പം വയനാട്ടിലോട്ടും മൂന്നാറിലോട്ടുമാണ്. ഇതൊരു പാർക്കാണ്, ചെറിയൊരു കുട്ടികളുടെ പാർക്കാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് മൂന്നാറും വയനാടും ഒക്കെയാണ്. ഹിൽ സ്റ്റേഷനുകൾ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അടിമാലിയിലോട്ട് എത്തിയിരിക്കണം. അടിമാലി
അങ്ങനെ നമ്മൾ ചുരമിറങ്ങി അടിമാലിയിലോട്ട് തിരികെയാണ്. അടിമാലി എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ബിനു അടിമാലിനെയാട്ടോ ഓർക്കുക. നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. അപ്പോൾ നമ്മൾ അടിമാലി ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കുകയാണ്. അടിമാലിയിൽ നിന്നാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ അടിമാലിയിൽ എത്തിയൊരു ഹോട്ടലിലോട്ട് വണ്ടി കയറ്റി. സഫേർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പുതിയ വിശേഷങ്ങൾ വരും.